ഇപ്പോൾ സമയം രാത്രി 8 മണിയായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ടാക്സിയിൽ കയറി. ഇനിയിപ്പോൾ നേരെ രൺസിത് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനുണ്ട്, അവിടേക്ക് പോകണം. അവിടെ നിന്ന് വീണ്ടും നമ്മൾ വേറെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമുക്ക് കൊസാമോയിലേക്കുള്ള ട്രെയിന്. കൊസാമോയിലേക്ക് വരെ നമുക്ക് ട്രെയിൻ ഇല്ല. നമ്മൾ ശരിക്കും സൂറത്താനയിൽ പോയിട്ട് അവിടുന്ന് പിന്നെ ഫെറി എടുത്തിട്ട് കൊസാമോയിലേക്ക് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ ടിക്കറ്റ് വാങ്ങി ഇനി എലിവേറ്ററിലൂടെ മുകളിലേക്ക് പോകണം. കാങ്ങാണ് മുമ്പിൽ പോകുന്നത്. ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ മഴ പെയ്യുന്നില്ല. നമ്മുടെ ട്രെയിന്, സൂറത്താനിക്കുള്ള ട്രെയിന് 10:50-നാണ്. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്, കാരണം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അവിടെ പോയിട്ട് ഇരിക്കാം. ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട്. ഇവിടെ ഇതാ നമ്മുടെ മെട്രോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നേരെ അകത്തോട്ട്. നല്ല തണുപ്പ്. ഇനി ഇന്ന് രാത്രി ഒരുപാട് തണുപ്പ് അനുഭവിക്കേണ്ടി വരും. കാരണം ഈ ട്രെയിനിൽ നല്ല തണുപ്പായിരിക്കും. എ സിക്ക്. ബങ്സോയിലേക്കാണ് പോകുന്നത്. ഇതെന്താ 20 ബാത്തിൻ്റെ ഒരു ടിക്കറ്റ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ടിക്കറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് എ സിയിൽ. നാളെ രാവിലെ 8 മണി വരെ ട്രെയിനിലിരിക്കണം, ട്രെയിനിൽ കിടക്കുന്നില്ല. നമ്മൾ എ സി ചെയറാണ്. കാരണം ഞാൻ പെട്ടെന്ന് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ബെർത്ത് കിട്ടിയില്ല. ബെഡ് ഉണ്ട്, കിടന്നുറങ്ങാനുള്ള ട്രെയിനാണത്, പക്ഷേ ഉണ്ടായിരുന്നില്ല ബെർത്ത്. സാരമില്ല, ഇരുന്ന് പോവാം. പിന്നെ അവിടെ പോയിട്ട് കിടന്നുറങ്ങാമല്ലോ അല്ലേ. ഒരുപാട് കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോകുന്നത്. കണ്ടോക്കാം. ഞാൻ മെട്രോയിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാങ് എന്നെ നോക്കിയിട്ട് തമാശയാക്കാണ്. എന്താ ചെയ്യുക. അങ്ങനെ ബാങ്സൂയിൽ എത്തിയത് കണ്ട. ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ മുമ്പും കണ്ടതാ. വലിയൊരു റെയിൽവേ സ്റ്റേഷൻ, ഒരു ലോകം. എൻ്റെ അമ്മോ, ഇത് ചെറിയൊരു ഭാഗമാണ്. അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ കിലോമീറ്ററുകളോളം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇനിയുണ്ട്, കുറേ സമയമുണ്ട് ഇവിടെ. ട്രെയിന് 10:50, 9:30 ആയിട്ടുള്ളൂ. ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുക. ഈ റെയിൽവേ സ്റ്റേഷനിൽ വലിയ റെയിൽവേ സ്റ്റേഷനാണല്ലോ. പെപ്സിൻ്റെ പരസ്യമാണ് അത്. ഇതൊരു കഫേയാണ്. എൻ്റെ പിറകിൽ കാണുന്നില്ല നിങ്ങൾ ഇതിൻ്റെ വലിപ്പം. ഇവിടെയൊക്കെ കുറേ കഫേയൊക്കെ ഉണ്ട്, പക്ഷേ കുറേയൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ വാങ്ങാം അല്ലേ, ട്രെയിനിൽ വെറുതെ ഇരുന്ന്. അത് മാത്രമല്ല, ഇന്ന് ഒരുപാട് ആൾക്ക് റിപ്ലൈ ചെയ്യാനുണ്ട് വാട്സപ്പിലും ഇമെയിലൊക്കെ. ഇവിടെ കുറേ നേരം ഇനിയുണ്ടല്ലോ സമയം ഇഷ്ടം പോലെ. അപ്പോൾ മസാജ് ചെയ്യുന്ന ചെയറുണ്ട്, അതിൽ കയറി ഇരുന്നതാണ്. അതായത് 10 മിനിറ്റിന് 20 ബാത്ത്, 25 മിനിറ്റിന് 50 ബാത്ത്, പിന്നെ 50 മിനിറ്റിന് 100 ബാത്ത്. ഞാനൊരു 10 മിനിറ്റ് ഒന്ന് ബാക്കെല്ലാം മസാജ് ചെയ്യാലും 20 ബാത്ത്. ഇവിടെ കുറേ ചെയറുണ്ട് ഇതേപോലെ. വെറുതെ ഒരു വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഓക്കെ. ഒരു 10-15 ചെയറുണ്ട് ഇവിടെ, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. ഒരു ടൈം പാസ്റ്റ്. ട്രെയിൻ കാത്തിരിക്കുന്നതല്ലേ. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളാണിത്. എയർപോർട്ടിനേക്കാളും ഭംഗിയുണ്ട്. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനുള്ളിൽ ഇത് കണ്ടോ, ഇതൊരു ചെറിയ ഒരു റൂം പോലെ, ഒരു കിയോസ്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇതിനുള്ളിൽ നമ്മൾ ഇവിടുത്തെ ലോക്കൽസിന് വേണ്ടിയിട്ടാണ്, ടൂറിസ്റ്റിന് നടക്കില്ല. ഇവിടുത്തെ ലോക്കൽസിൻ്റെ ID കാർഡ് ഈ മെഷീനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് സ്കാനായിട്ട് അവരുടെ ഡീറ്റെയിൽസൊക്കെ കമ്പ്യൂട്ടർ ഓക്കെ ആണെങ്കിൽ ഈ ഡോർ ഓപ്പൺ ചെയ്യും. ഈ ഡോറിനുള്ളിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് BP ചെക്ക് ചെയ്യാം. അതുകൂടാണ്ട് അതിനുള്ളിൽ ഒരു മെഷീനുണ്ട്, ഒരു സ്കാൻ ചെയ്യുന്ന ഒരു മെഷീൻ. ആ മെഷീൻ നമ്മുടെ ബോഡി മൊത്തം സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ടെമ്പറേച്ചർ, പനിയുണ്ടോ തലവേദന ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട്
നമുക്ക് അതിനുള്ളിൽ നിന്ന് തന്നെ തൽക്കാല എമർജൻസി ആയിട്ടുള്ള നല്ല തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ടാബ്ലറ്റും ഫ്രീ ആയിട്ട് കിട്ടും. ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡാണ്. പനി ഉണ്ടെങ്കിൽ പനിക്കുള്ള ഒരു ടാബ്ലറ്റും കിട്ടും. നല്ല സിസ്റ്റം അല്ലേ? ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇതേപോലെ ലോക്കറുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ അതിനകത്തേക്ക് കോയിൻസുകൾ ഇട്ട് കൊടുക്കുക. നോട്ടാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾക്ക് എത്ര മണിക്കൂർ സമയത്തേക്കാണോ ഈ ലോക്കർ ആവശ്യം അത്രയും സമയം നമുക്ക് അതിൽ പൈസ കാണിക്കും. അത്രയും പൈസ അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു കീ വരും. ആ കീ കൊണ്ട് ഇതിൽ ലോക്കറിൻ്റെ നമ്പറുണ്ട്. ഏത് നമ്പറാണത് അത് നമുക്ക് തുറക്കാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ലഗേജുകൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫോണിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്ന് ആ സമയമാകുമ്പോൾ തുറന്നാൽ മതി. ഇനി അതല്ല നമ്മൾ കുറച്ച് സമയം എക്സീഡായി പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ പൈസ പിന്നെയും അതിൽ കാണിക്കും. അത് നമ്മൾ അടച്ചാൽ മതി. ഒരു ദിവസത്തേക്ക് 200 ബാത്താണ്. ഒരു ദിവസം മൊത്തം, അതായത് ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറേക്ക് 200 ബാത്താണ്. ഇവിടെ കുറേ ഫുഡുകളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ബേക്കറി ഐറ്റംസ് ഉണ്ട്, ബർഗർ, സാൻഡ്വിച്ച്, പിന്നെ സ്വീറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് വെക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ബോർഡിങ്ങിൻ്റെ സമയമായി വരുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ബോർഡിങ് ആവും. 10:30 ബോർഡിങ്. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, എൻ്റെ ബാക്കിൽ ഇവരൊക്കെ ഈ ട്രെയിൻ പിടിക്കാനുള്ള ആൾക്കാരാണ്. നിറയെ ഉണ്ട്, ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട്. എന്തായാലും ഒരു 15 മിനിറ്റ് കൂടെ ഇതിനുള്ളിൽ തേരാപ്പാര നടന്നിട്ട് പിന്നെ ട്രെയിൻ പിടിക്കാം. അതന്നെ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ യാത്ര നല്ല രസമായിരിക്കും. എന്താ അറിയോ, എനിക്ക് ഈ ട്രെയിനിലുള്ള യാത്ര നല്ല സുഖമായിട്ട് നല്ല ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഒരു 10 മണിക്കൂറാണോ 11 മണിക്കൂറുണ്ടോ? ഇല്ല, 11:08 ഇല്ലല്ലോ, 9 മണിക്കൂറേ ഉള്ളൂ. 9 മണിക്കൂർ യാത്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ ബസ്, അത് കഴിഞ്ഞിട്ട് ഫെറി, പിന്നെ കൊസാവഴി. വാവ്, പൊളിക്കും. ബോർഡിങ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒന്ന് മൂത്രമൊഴിക്കാം. അവിടെ ഈ സ്റ്റേഷനിൽ നല്ല ക്ലീനായിട്ടുള്ള ബാത്റൂമാണ്. ട്രെയിനിലെ ബാത്റൂം വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷേ ചെറുതാണ്. അത്ര കംഫർട്ടബിൾ അല്ല, ചെറുതായിരിക്കും. എന്തായാലും ഒന്ന് മൂത്രമൊഴിച്ച്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മൂത്രമൊഴിക്കണമെങ്കിൽ മൂത്രമൊഴിച്ച വേഗം. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാക്കി തരാം. നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. എൻ്റെ കൂടെ കൊസാൻ വയ്ക്കുക. ആരടുത്തും കൂടുതൽ ലഗേജ് ഒന്നും ഇല്ലല്ലോ. ഇതുണ്ടോ, എല്ലാവരും ബോർഡിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ 5 മിനിറ്റ് കൂടെ ആകുമ്പോൾ നമ്മൾ ബോർഡിങ് ആവും. ഇതാണ് നമ്മളെ ടിക്കറ്റ്. ഇതിലൊരു ബാർകോഡ് ഉണ്ട്. ഈ ബാർകോഡ് ഇവിടെ സ്കാൻ ചെയ്യണം, എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകണം. അതാണ് പ്രൊസീജിയർ. ടിക്കറ്റ് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. 510 ബാത്താണ് ഇതിന്. സൂറത്താനിക്ക്, ബാങ്കോക്ക് ടു സൂറത്താനി. അങ്ങനെ ബാർകോഡൊക്കെ കാണിച്ചു കൊടുത്ത് ഓപ്പണായി. ഇനി ഈ എലിവേറ്റർ വഴി മേലേക്ക് പോകണം. ഇതാണ് നമ്മുടെ ട്രെയിന്. ഏത് ബോഗിയാണെന്ന് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ. ഇവിടുത്തെ ഈ ട്രെയിൻ കാണാൻ നല്ല രസമാണ്. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് നല്ല അടിച്ച് പൊളിക്കും ഞാൻ. എന്തായാലും ഉറങ്ങാൻ പോകുന്നില്ല. ഭയങ്കര ശബ്ദം. ഈ ഓഫീസറെ എനിക്കറിയാം. ഇയാളെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇയാളുടെ ട്രെയിനിൽ ഞാൻ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഇവരുടെ യൂണിഫോം ഒക്കെ എന്ത് ഭംഗിയാന്ന് നോക്കും. ഞാൻ എൻ്റെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കാൻ പോവാണ്. താങ്ക് യു.
ഇങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി. ആഹാ, നല്ല തണുപ്പ്. പാസഞ്ചേഴ്സ് ഉണ്ട്, നിറയെ ഇല്ലെങ്കിലും ഉണ്ട്. സീറ്റ് കണ്ടുപിടിക്കട്ടെ, അതൊക്കെ ക്യാങ്ങ കണ്ടുപിടിച്ചോളൂ. ഞാൻ വെറുതെ ബാക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നാൽ മതി. ബ്ലാങ്കറ്റ് പുതപ്പ് നല്ല കുളിര, പുതച്ച് കിടന്നുറങ്ങിയിട്ട് നല്ല കാര്യം. അസേരയാ, വാ, എല്ലാവർക്കും ഉണ്ട് പുതപ്പ് കേട്ടോ. ബാഗെല്ലാം മേലെ വെച്ചോ, ഇതിൻ്റെ മേലെ വെച്ചാൽ മതി. എന്നിട്ട് പുതപ്പൊക്കെ ഫസ്റ്റ് നമ്മുടെ അടുത്ത് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് തിന്നാൻ, അതൊക്കെ തിന്ന് വിളിച്ച് പോവാ. കുറേ സാധനങ്ങളുണ്ട് കഴിക്കാൻ. ഇനി എപ്പോൾ ഉറങ്ങുമെന്നറിയില്ല, ഉറക്കം വരുന്നവരെ കഴിക്കാനുള്ള കുറേ ഐറ്റംസ് പലതും വാങ്ങിയിട്ടുണ്ട്. എല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകുന്നത്. എന്തായാലും രാവിലെ 8 മണിക്കല്ലേ അവിടെ എത്തുള്ളൂ. ആ, നിങ്ങളും വാങ്ങിയിട്ടില്ലേ പല സാധനങ്ങളും? കഴിക്കാം, തുടങ്ങാം. ബെറ്റർ ദൻ നത്തിങ് എന്ന് ഇഷ്ടംപോലെ ഉണ്ട്. എന്നിട്ടാ പറയുന്നത് ബെറ്റർ ദൻ നത്തിങ് എന്ന്. അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫ് രാവിലെ വരെ തീറ്റ തന്നെയാണ്. രാവിലെ 6 മണി, ഇനി 2 മണിക്കൂറുണ്ട്. സാൻഡ്വിച്ച് ഉണ്ട്, അത് കഴിക്കാം. കോഫി ഉണ്ട്, അത് കുടിക്കാം. എന്നിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാം. ഇപ്പം രാവിലെ 7 മണിയായി. അരമണിക്കൂറും കൂടെ ഈ ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സൂറത്താനി എത്തും. അതിന് മുമ്പ് ഞാൻ ഈ ട്രെയിനിൻ്റെ ഏറ്റവും ബാക്കിലുള്ള ബോഗിയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഒരു ചെറിയ ക്യാബിനുണ്ട്. ആ ക്യാബിനിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഒരു ലോക്കോ പൈലറ്റ് പോലെയുള്ള ഒരാളാണ് ഇരിക്കുന്നത്. ലോക്കോ പൈലറ്റ് എല്ലാം തോന്നുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോസ് എടുക്കാം നമുക്ക്. ബാക്കിലുള്ള ഒരു വ്യൂ അതൊന്ന് കണ്ടു നോക്കാം. നല്ല രസമുണ്ട്, ഞാൻ കണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പം ഞാൻ പോയി എടുക്കട്ടെ വീഡിയോ. ഈ ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ ക്യാബിനാണിത്. ഇപ്പോൾ ലോക്കോ പൈലറ്റ്, അതായത് പിന്നിലും മുമ്പിലും ബാക്കിലും 2 എഞ്ചിനുകളുണ്ട്. അതായത് 2 ക്യാബിനുകളുണ്ട് ലോക്കോ പൈലറ്റിന് ഇരിക്കാൻ വേണ്ടി. ഇവിടെയാണ് ലോക്കോ പൈലറ്റ് ഇരിക്കുന്നത്. ഇത്രയും സിസ്റ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന്. ഇത് കണ്ട, ആകെ 5 ബോഗി മാത്രമുള്ള ചെറിയൊരു ട്രെയിനാണ്. ഇതിപ്പോൾ ബാക്കിലെ ഭാഗമാണ്. അതേപോലെ തന്നെ ഈ ഭാഗത്തുണ്ട്, 2 ഭാഗത്തുണ്ട്. നല്ല രസമില്ലേ? ബാക്കിലും ഒരു ക്യാബിന്, മുമ്പിലും ഒരു ക്യാബിന്. ഇനി ഇത് നേരെ തിരിച്ചു പോകുമ്പോൾ ലോക്കോ പൈലറ്റ് ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും. നല്ല വ്യൂ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ. ഇത് ബാക്ക് ഭാഗത്തുള്ള ലോക്കോ പൈലറ്റ് ഇരിക്കുന്ന ക്യാബിനാണ്. ഇവിടെ ഇപ്പൊ ആരും ഇല്ല. കുറച്ചു നേരം മുമ്പേ ആരും ഉണ്ടായിരുന്നു, അയാൾ എണീറ്റ് പോയി. അങ്ങനെ നീണ്ട 9 മണിക്കൂർ സമയത്തെ ട്രെയിൻ യാത്ര. നമ്മളിപ്പോൾ സൂറത്താനിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആവണോ, ടോയ്ലറ്റിലൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് ഇനി നമുക്ക് ബസ്സിൽ കയറി നേരെ ഫെറിയിലേക്ക് പോകും. ഫെറി പിടിച്ചിട്ട്
പിന്നെ കൊസാമോയ്. സൂപ്പർ ആയിരിക്കൂലേ? ഉറങ്ങാത്തതുകൊണ്ട് കുറച്ച് മുഖമൊക്കെ ടയേർഡായിട്ടുണ്ട്. അത് സാരമില്ല, യാത്ര ചെയ്യുമ്പോൾ ടയേർഡാവും. ഈ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അവരിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ഈ ട്രെയിൻ എപ്പോഴാണ് തിരിച്ചു പോകുന്നത് അറിയില്ല. ബാങ്കോക്കിലേക്ക് തിരിച്ചു പോകും. ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ. ഇപ്പുറത്ത് വേറൊരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് സൂറത്താനി റെയിൽവേ സ്റ്റേഷൻ. അത്ര വലിയൊരു സ്റ്റേഷനൊന്നുമല്ല, എന്നാലും കുറച്ച് വലിപ്പമുണ്ട് താനും. നമുക്ക് ഈ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. നേരെ അപ്പുറത്തേക്ക് പോകണം. ഇതാണ് മെയിൻ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം നമ്പർ 1 എന്ന് പറയൂലേ, അതാണിത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ പലരും ഇരിക്കുന്നുണ്ട്, ടൂറിസ്റ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് ബസ് പിടിക്കണം. ബസ് എവിടെയുള്ളതെന്ന് നോക്കട്ടെ. നമുക്കുള്ള ബസ് ഇവിടെ തന്നെ ഉണ്ട്. പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ ബസ്സാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. ചെറിയൊരു സിറ്റി. സൂറത്താനി ടൗണ് വലിയതാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ജസ്റ്റ് ഔട്ട് സൈഡാണ്. അങ്ങനെ ബസ്സിൽ കയറി ഇനി നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയതിന് ശേഷം അവിടുന്ന് പേരിലേക്കുള്ള ബസ് എടുത്തിട്ട് പോകണം. ഇത് സാധാരണ ലോക്കൽ ഇവിടെയുള്ള ആൾക്കാർ പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റുകളാവുമ്പോൾ നേരെ പാക്കേജ് എടുത്തിട്ടോ അല്ലെങ്കിൽ ബസ് ടിക്കറ്റ് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എടുത്തിട്ടോ പോവാം. പക്ഷേ നല്ല ഒരു സംഖ്യ അതിന് പോയി കിട്ടും. ഇങ്ങനെ പോകുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് പ്രൈസിങ്ങിൽ. ഇവിടെ നമ്മൾ ബസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഇവിടെ പേരിൻ്റെ ടിക്കറ്റ് എടുക്കാനോ ഇവിടെ തന്നെ ഒരു ഓഫീസുണ്ട് ബസ് സ്റ്റേഷനിൽ. ഇവിടുന്ന് എടുക്കാം, വേണേൽ പേരിന്ന് എടുക്കാം, രണ്ടും പ്രശ്നമില്ല. ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് മോട്ടോർ ബൈക്ക് അടക്കം ഞാനിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേരിൽ നമുക്ക് മോട്ടോർ ബൈക്ക് അവിടെ വരും. ഇതാണ് ഓഫീസ്, ഇതുണ്ട. അപ്പോൾ ഇതാണ് എളുപ്പവിദ്യ. വലിയ ചിലവില്ലാണ്ട് കൊസാമോയിലെത്താനുള്ള ഒരു കുറുക്ക് വഴി. ഇവിടെ ഇതുണ്ടോ, പാൻറ്റിപ്പിൻ്റെ ഒരു ഓഫീസുണ്ട്. ഈ ഓഫീസിൽ 2 ഭംഗിയുള്ള കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ വൺ, അതർ ബ്യൂട്ടിഫുൾ വൺ. ഇവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടിക്കറ്റ് 310 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരാൾക്ക് ടിക്കറ്റ് ബസ്സും ഫെറിയും കൂടെ കിട്ടും. അത് കൂടാണ്ട് മോട്ടോർ ബൈക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യാം. 200 ബാത്ത് മാത്രമേ ഉള്ളൂ. ഇത് ദാവാണ്. ദാവ് ഇവിടെ 20 years 20 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ് പാൻറ്റിപ്പ്. ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ബോട്ട് ടിക്കറ്റ്, ഫെറി ടിക്കറ്റ്, എല്ലാ ടിക്കറ്റും ദാവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടും. ഹായ് ദാവ്. ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ഓപ്പൺ ആവും. നമ്മൾ ഫെറിയിലേക്ക് പോവാണ്. ഇതാണ് ഫെറിയിലേക്ക് പോകുന്ന വഴി. നമ്മൾ പോകുന്നത് ഇന്ന് ഫെറിയിലാണ്, ഫാസ്റ്റ് ബോട്ടല്ല. അതാ അവിടെ സീട്രാൻ്റെ ഒരു ഫെറി അവിടെ കിടക്കുന്നുണ്ട്. ഇതാ ബാക്കിൽ ഇവിടെ വേറൊരു ഫെറി ഉണ്ട്. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കാങ് മുമ്പിൽ നടന്നു പോകുന്നുണ്ട്. ഈ ഫെറിയിലേക്ക് ഈ പേരിൽ വന്നപ്പോൾ കാണുന്നില്ല. ഈ വണ്ടികളൊക്കെ ഈ ഫെറി
ഫെറിയിൽ കയറി കൊസാമ്പോയിലേക്ക് പോകാനുള്ളത്. നല്ല കാറ്റ് ഇവിടെ. ഇതാണ് നമ്മുടെ ഫെറി, സീട്രാൻ്റെ വലിയൊരു ഫെറി. കണ്ട ഫെറിയിലേക്ക് വണ്ടികൾ കയറി പോകുന്നത്. ഈ വണ്ടികളൊക്കെ നമ്മുടെ ഈ ഫെറിയിൽ കൊസാമ്പോയിലേക്ക് പോകുന്ന വണ്ടികളാണ്. ഫെറിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇതിനു മുമ്പൊക്കെ നമ്മൾ ഫാസ്റ്റ് ബോട്ടിലായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് സൈക്കിളൊക്കെ ഉണ്ട്. ഏകദേശം കാലിയാണെന്ന് തന്നെ പറയാം. ഇവിടെ ഇരിക്കാം. ഫെറിയുടെ അകത്ത് ഒരുപാട് സീറ്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ, വലിയൊരു ഫെറിയാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മസാജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് AC ആണ് കേട്ടോ ഈ ഫെറി. ഇപ്പുറത്ത് ഒരു ക്യാബിൻ ഉണ്ട്. അത് മെമ്പേഴ്സ് ഓൺലി ക്യാബിൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട്. നമുക്ക് പോവാം, മുകളിൽ പോയിട്ട് കാണാം. ഫെറി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല. പാസഞ്ചേഴ്സ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയും 15 മിനിറ്റ് ഉണ്ട് ഫെറി പുറപ്പെടാൻ. ഇതിനകത്ത് ഒരു ചെറിയ മിനി മാർട്ടുണ്ട്. ആ മിനി മാർട്ടിൽ ഏകദേശം കുറേ സാധനങ്ങൾ, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ജ്യൂസ്, സാൻഡ്വിച്ച് പോലെയുള്ള ഇത് കണ്ടില്ലേ. ഇവിടെ കോഫി കിട്ടും, ടീ, കോഫി ഇവിടെ കിട്ടും. പിന്നെ സ്നാക്ക് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും ഇതിനകത്ത്. ബിസ്ക്കറ്റ്, കപ്പ് നൂഡിൽസ് അങ്ങനെയുള്ള, പിന്നെ കൂൾ ഡ്രിങ്ക്സ് എല്ലാം കിട്ടും. പിന്നെ ഇവിടെ സോസേജ്, സാൻഡ്വിച്ചസ്, ഫ്രഷ് ഫ്രൂട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. പിന്നെ എമർജൻസി എന്തെങ്കിലും ഡ്രസ്സോ കാര്യമാണെങ്കിൽ അതും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഈ ഫെറിയുടെ മുകളിലേക്ക് കയറി നോക്കാം. വിശാലമായൊരു ഏരിയ കാണുന്നത്. നമ്മളിപ്പോൾ ഫെറിയുടെ ഏറ്റവും മുകളിലത്തെ ഡെക്കിലാണ് നിൽക്കുന്നത്. നല്ല രസമുള്ള കാഴ്ചകൾ അപ്പം കണ്ടു നോക്കാം. ഇവിടെ ഇരിക്കാൻ കുറേ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്തുണ്ട്. ഐലൻഡിൻ്റെ പതാക അവിടെ പാറി കളിക്കുന്നുണ്ട്. അതിലായിരുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പം ഫെറി ക്ലോസ് ആയി, കണ്ടില്ലേ. ഇനി വണ്ടികൾക്കൊന്നും കയറാൻ പറ്റില്ല, പോകാൻ സമയമായി. ഇതുണ്ട് ഈ ഫെറിയുടെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണത്. സൂറത്താനിയുടെ കര. നമ്മൾ സൂറത്താനിയോട് ബൈ ബൈ പറഞ്ഞിട്ട് കൊസാമ്പോയിലേക്ക് പോവാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡക്കിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. ഈ
ഡക്കിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയായത്. നല്ല രസമില്ലേ കാണാൻ? ഞാൻ ഫെറിയിൽ ആദ്യമായിട്ട് സഞ്ചരിക്കുന്നതല്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിൽ ഫെറി കാണിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ ഡെക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട്, ഒരു സൂപ്പർ വ്യൂ. അവിടെ വേറൊരു ഫെറി നിൽക്കുന്നുണ്ട്, പക്ഷെ അത് ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട്, അതായത് വണ്ടികൾ മാത്രം കൊണ്ടുപോകാനുള്ളതും അതേപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു ഫെറിയാണ്. നല്ല വലുപ്പമുണ്ട് ഇത്. ഇവിടെ നിന്ന് കരയിലേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നല്ല കാറ്റുണ്ട് ഇതിൻ്റെ മുകളിൽ, ശരിക്കും പറന്നു പോകുന്ന പോലെ തോന്നുന്നു. കണ്ടില്ലേ? എൻ്റെ മുടി കണ്ടാൽ മനസ്സിലാവും. ഫോണ് കയ്യിൽ നിന്ന് വീണു പോകുമെന്നുള്ളൊരു സംശയം. നല്ല കാറ്റ്. അവിടെ അത് കണ്ടോ, സീട്രാൻ്റെ വലിയൊരു ഫെറി വേറൊരെണ്ണം വന്നിട്ടുണ്ട്. അത് കൊസാമയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഫെറിയാണ്. എന്ത് വലുപ്പമല്ലേ! വാവ്, സൂപ്പർ. നമ്മുടെ ഫെറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോവുള്ളൂ, ഫാസ്റ്റ് ബോട്ട് പോകുന്നത് പോലെ ഒന്നും പോവില്ല. ആഹാ, അടിപൊളി കാറ്റും മനോഹരമായ കാഴ്ചയും. എന്താ രസം! അതിലൊക്കെ ഉണ്ടോ ടൂറിസ്റ്റുകൾ പ്രൈവറ്റ് ബോട്ട് എടുത്തിട്ട് പോവാണ്. അവിടെ ദൂരെ കടലിൽ നമുക്ക് ഒരു ചെറിയൊരു കുന്ന് പോലെ, ഒരു ചെറിയൊരു ഐലൻഡ് പോലെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരു ചെറിയൊരു പാറക്കെട്ട്. ചെറുതൊന്നുമല്ല, നല്ല ഒരുപാട്. അങ്ങനെ സൂറത്താനിയോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ കൊസാമോ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ! കടലിലെ വെള്ളം നോക്ക്, ഒരു പ്രത്യേക കളർ, ഒരു പച്ച കളറ്. ആഹാ, ഈ വണ്ടികളെല്ലാം ഈ ഫെറീൻ്റെ ഉള്ളിലാണുള്ളത്. ഇതൊക്കെ കൊസാമോയിലേക്ക് പോവാണ്. ഇതുവഴിയാണ് ഈ വണ്ടികളൊക്കെ ഉള്ളിലേക്ക് വന്നത്. ഇപ്പൊ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊസാമോ ഐലൻഡ് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ആ ദൂരെ കാണുന്നത് ഇത് മുഴുവനും കൊസാമോ ഐലൻഡാണ്. ഞാനിപ്പോൾ ഫെറിയുടെ അപ്പർ ഡെക്കിൽ നിന്നിട്ട് വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ വരാനുള്ള സാധ്യതയുണ്ട്. കണ്ടില്ലേ, മഴക്കാർ കാണുന്നുണ്ടോ? കൊസാമോ ഐലൻഡിൻ്റെ അടുത്തെത്താറായി. കണ്ടില്ലേ, മഴ മേഘങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് നല്ല മഴയായിരിക്കും എന്നാണ് തോന്നുന്നത്. എൻ്റെ വീഡിയോസ് എടുക്കലെല്ലാം നടക്കുമോ എന്തോ. ഇത് കണ്ടോ, നമ്മൾ ഏകദേശം കൊസാമോ ഐലൻഡ് തൊടാനായി. അവിടെ ദൂരെ ഒരു ഫെറി കിടക്കുന്നത് കാണാൻ പറ്റും. ഈ കടലും മേലെ കാർമേഘങ്ങളും തമ്മിൽ കാണുമ്പോൾ ഇത് നോക്ക്, എന്തൊരു ഭംഗിയാണെന്ന് നോക്ക്. കടലേതാണ് കാർമേഘം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
വാവ്, ഒരു ഛായാചിത്രം വരച്ചതുപോലെ ഉണ്ട് അല്ലേ? ഇതിങ്ങനെ ഒരു ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു ഛായാചിത്രം പോലെ തോന്നില്ല. കാർമേഘങ്ങൾ ഒസാമയെ തൊടാനുള്ള പരിപാടിയാണ്. കണ്ടോ, ഇന്ന് മഴ തന്നെ ആയിരിക്കും, ഒന്നും നടക്കുമെന്ന് തോന്നില്ല. അങ്ങനെ നമ്മൾ കൊസാമോയിൽ എത്തിയിരിക്കുകയാണ്. ഇത് കൊസാമോയുടെ പേരാണ് ഈ കാണുന്നത്. ഇവിടെ നിറയെ പാസഞ്ചേഴ്സ് ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയ, നമ്മുടെ ഫെറിയിൽ നിന്ന് ഇറങ്ങിയ പാസഞ്ചേഴ്സ് ഉണ്ട്. അത് കൂടാതെ ഇവിടുന്ന് ഇപ്പോൾ സൂറത്താനിയിലേക്ക് പോകുന്ന പാസഞ്ചേഴ്സും ഇവിടെ കാണാൻ പറ്റും. ഈ വണ്ടികളൊക്കെ ഇപ്പം നമ്മൾ വന്ന ഫെറിയിലുണ്ടായിരുന്ന വണ്ടികളാണ്. ഫെറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ പേരിൽ നമ്മൾ വണ്ടി മോട്ടോർ ബൈക്ക് ബുക്ക് ചെയ്തിരുന്നു. അത് അവരിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? 2070. ഇതാണ് നമ്മുടെ മോട്ടോർ ബൈക്ക്. അങ്ങനെ കൊസാമയിലെ പേരിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് മോട്ടോർ ബൈക്ക് എടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, വാ. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശരിക്കും കടലിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. കണ്ടോ, കരയാണ് കാണുന്നത്. ഇപ്പോൾ വേലി ഇറക്കാണ്. അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇതിൻ്റെ ഈ കടലിൻ്റെ ഈ ബീച്ചിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നീട് കാണിക്കാം. ഇപ്പോൾ ഇവർ പരുതിക്കൊണ്ടിരിക്കുന്നത് ഷെല്ലാണ്. അതായത് നമ്മുടെ കക്ക ഇറച്ചിയില്ലേ, ഈ വേലി ഇറങ്ങിയപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളെല്ലാം കൂടെ അങ്ങോട്ടൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഇതാണ് സാധനം, കക്ക, നമ്മുടെ കക്ക. അതന്നെ, ഇതുണ്ടോ, ഇതാണ് സാധനം. ഇത് ഇവരിങ്ങനെ എന്തെങ്കിലും ഒരു സ്പൂണോ, ഇപ്പോൾ അവരുപയോഗിക്കുന്ന സ്പൂണാണ്, സ്പൂൺ കൊണ്ട് ഇങ്ങനെ മണൽ നീക്കി അതിനകത്തു നിന്നാണ് ഇതിനെ എടുക്കുന്നത്. ഇപ്പോൾ 2 സ്ത്രീകൾ എടുത്തുകൊണ്ടിരിക്കുകയാണത്. അവിടെയൊക്കെ നിങ്ങൾക്ക് ദൂരമായിട്ട് കാണാൻ പറ്റും. അവിടെയൊക്കെ കുറേ സ്ത്രീകൾ ഇതേപോലെ ഈ ഷെല്ല് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ കടൽ, എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം കടൽ ഇറങ്ങിയിട്ടാണ് ഉള്ളത്. ഈ ബീച്ചിൻ്റെ കാഴ്ചകൾ നമുക്ക് വന്നിട്ട് കാണാൻ വീണ്ടും. എന്ത് മനോഹരമായ ഒരു ബീച്ചാണിതെന്നറിയോ? ഞാൻ വലിയൊരു കാറ്റാടി മരത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അവിടെ അത് കാങ്ങും കാങ്ങിൻ്റെ ഫ്രണ്ടും കൂടെ. കാങ് ഒരു ഹമ്മോക്കിൽ കിടക്കാണ്. കാങ്ങിൻ്റെ ഫ്രണ്ടാണ് ചിച്ചി. കാങ്ങിൻ്റെ പഴയ കളിക്കൂട്ടുകാരിയാ. അവർ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ പഴയതൊക്കെ അഴവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് ഈ റബ്ബർ മരങ്ങൾക്ക് ഇടയിലുള്ള, അതായത് ഒരു ഫാം ടൂറിസം എന്ന് പറയാം. ഒരു ടെൻ്റാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് ഒരു 2-3 ദിവസം ഈ ടെൻറ്റിൽ കഴിയണം. അതാണ് പരിപാടി. ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ നാളെ രാത്രി ഞാൻ അപ്ലോഡ് ചെയ്യും. ഇന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണ് നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇവിടെ വരാം. അതൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയുന്നതായിരിക്കും. കുറേ റബ്ബർ മരങ്ങളും യൂക്കാലിപ്റ്റിൻ്റെ മരങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ക്യാമ്പിംഗ് സെൻറ്റർ എന്ന് പറയും. ആ ക്യാമ്പിംഗ് സെൻറ്ററിലാണ് നമുക്കവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. പിന്നെ അതിനുള്ളിൽ തന്നെ അവർ വളർത്തുന്ന, അവരുണ്ടാക്കുന്ന കുറേ പച്ചക്കറികളും ഇതൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കണ്ടില്ല. അതൊന്ന് പോയി അതൊക്കെ നാളെ വിശദമായിട്ടൊന്ന് കാണണം. അതിൻ്റെയൊക്കെ വീഡിയോസ് നാളെ വരും. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ കൊസാമോയിൻ്റെ ഊടും പാവും എങ്ങനെയാണ് നെയ്തെടുത്തതെന്നുള്ളത് കണ്ടിട്ട് ഇവിടുന്ന് തിരിച്ച് പോകുള്ളൂ.
ഇതാണ് നമ്മുടെ ക്യാമ്പ്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഫുള്ളാണ്. ഉണ്ട്, കാലിയുണ്ട്. പക്ഷെ എന്നാലും നിറയെ ആൾക്കാരെടുത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോൾ. നിറയെ ടൂറിസ്റ്റുകളുണ്ട്.